ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 71, കിട്ടിയതും കൊടുക്കുന്നതും. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ഇറാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ സൂത്രധാരനായിരുന്ന മൊഹ്സിൻ ഫക്രിസാദയ്ക്ക് വൻ സുരക്ഷാവലയമായിരുന്നു ഉണ്ടായിരുന്നത്. 2020 നവംബർ 27 വെള്ളിയാഴ്ച ഭാര്യയുമൊത്ത് അദ്ദേഹം തൻ്റെ സെഡാനിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ആ അവധി ദിവസം അബ്സാഡിലുള്ള തൻ്റെ ഗ്രാമീണ വീട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അന്ത്യയാത്രയായിരുന്നു. തൊട്ടടുത്തിരുന്ന ഭാര്യയ്ക്ക് യാതൊരു പരുക്കുമില്ലാതെ ഫക്രിസാദയ്ക്ക് വെടിയേറ്റു. കൊലയാളി കാഞ്ചി വലിച്ചത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെ 1000 മൈലുകൾക്ക് അപ്പുറത്തുള്ള ഒരു കേന്ദ്രത്തിലിരുന്ന്. AIയെപ്പറ്റി നമ്മിൽ പലരും കേട്ടുവരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇന്ന് എൻജിനീയറിംഗ് കോളേജുകളിൽ നല്ല ഡിമാൻഡുള്ള ബ്രാഞ്ചാണിത്. നമ്മെപ്പോലെ പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന യന്ത്രങ്ങൾ പ്രയോജനപ്രദമായ നിരവധി കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് റോബോട്ടിക്സിൽ ഇത് വളരെ പ്രയോജനം ചെയ്യും. പക്ഷേ നമ്മുടെ സുരക്ഷിതത്വവും ചോദ്യം ചെയ്യപ്പെടുന്നു. അത്ര സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞ ഫക്രിസാദയ്ക്ക് ഇതാണ് സംഭവിച്ചതെങ്കിൽ ആരാണ് ഈ ലോകത്ത് സുരക്ഷിതൻ? ഏതു നിമിഷവും എങ്ങു നിന്നോ ആരെയും തേടി ഒരു ബുള്ളറ്റ് വന്നുകൂടായികയില്ല. ഞാൻ കാണുന്നത് ആധാർ നമ്പർ നോക്കി നിറയൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന കൊട്ടേഷൻ ഉപഗ്രഹങ്ങളാണ്. ഇങ്ങനെയല്ല സമൂഹത്തോടുള്ള ആരുടെയും കടപ്പാട് നാം പ്രകടിപ്പിക്കേണ്ടത്. ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് സമൂഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അത് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവകഥയുണ്ട്. പഠിച്ചു മിടുക്കിയായി അമേരിക്കയിലെത്തണമെന്നുള്ള ആഗ്രഹവും മനസ്സിൽ താലോലിച്ച് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിലെ ഒരു ഹോസ്റ്റലിൽ കഴിയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനിയിൽ നിന്ന് കഥ തുടങ്ങുന്നു. അവരൊരു ദിവസം നോട്ടീസ് ബോർഡിൽ ടെൽകോയിൽ ജോലിക്കുള്ള ഒരു പരസ്യം കണ്ടു. അതിലെഴുതിയിരുന്നു സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ലെന്ന്. ഇതവരെ ചൊടിപ്പിച്ചു. കിട്ടിയ കാർഡെടുത്ത് ടെൽകോയുടെ അഡ്രസ്സിൽ ആകെ അറിയാവുന്ന JRD ടാറ്റയുടെ പേരുമെഴുതി ഇങ്ങനെ കുറിച്ചു: നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ തുടങ്ങി വെച്ചവരാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ മനസ്സ്? കാർഡ് നിറയെ എന്തൊക്കെയോ എഴുതിയപ്പോഴാണ് അവർക്ക് അല്പമൊന്ന് അരിശം കെട്ടടങ്ങിയത്. 10 ദിവസമായില്ല അവർക്കൊരു ടെലഗ്രാം വന്നു. ടെൽകോയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് കമ്പനി ചെലവിൽ പൂനെയിലെത്തുക. അവരേതായാലും പൂനെക്ക് തിരിച്ചു. ഇൻ്റർവ്യൂ ക്യാബിനിലേക്ക് കയറിയതേ ഒരാൾ പിറുപിറുക്കുന്നത് കേട്ടു. ഇവളാണ് ആ കാർഡ് എഴുതിയത്. ഏതായാലും ടെൽകോ അമിടിക്കെ ജോലിക്കെടുത്തു. സുധാ കുൽക്കർണി ടാറ്റയിൽ ജോലിയും തുടങ്ങി. പിന്നീട് JRD ടാറ്റ എന്ന വലിയ മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വന്നതിനെപ്പറ്റിയും എളിമയോടെയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെപ്പറ്റിയും ഒക്കെ സുധ എഴുതുന്നുണ്ട്. ഒക്കെയാണെങ്കിലും സുധ ആ ജോലി വിടാൻ തീരുമാനിച്ചു. എല്ലാ ഇടപാടുകളും തീർത്ത് ബോംബെ ഹൗസിൻ്റെ പടികളിറങ്ങുമ്പോൾ ഇതാ JRD ടാറ്റ മുകളിലേക്ക് വരുന്നു. തൊട്ടടുത്തെത്തിയപ്പോൾ ഒന്ന് നിന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എവിടെ പോകുന്നു? സുധ മറുപടി പറഞ്ഞു, പൂനെക്ക്. എൻ്റെ ഭർത്താവ് അവിടെ സ്വന്തമായി ഇൻഫോസിസ് എന്ന പേരിലൊരു കമ്പനി തുടങ്ങാൻ പോകുന്നു. കമ്പനിയൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടൻ വന്നു അടുത്ത ചോദ്യം. ഇത് വലുതാവുമോ എന്ന് നിശ്ചയമില്ല സാർ. സുധയുടെ മറുപടി ഹൃദയത്തിൽ നിന്നായിരുന്നു വന്നത്. അദ്ദേഹം തുടർന്നു, ആശങ്കയോടുകൂടി യാതൊന്നും തുടങ്ങരുത്. തുടക്കം എപ്പോഴും ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ മറക്കരുത്. സമൂഹം നമുക്ക് ഏറെ തന്നിട്ടുണ്ട്. എല്ലാ ആശംസകളും. ജീവിതത്തിൽ വിജയിച്ചു എന്ന് കരുതുന്നവരെല്ലാം ഓർമ്മിക്കുക, ഈ 2-3 വാചകങ്ങൾ ഇൻഫോസിസിനെ എവിടെ കൊണ്ടെത്തിച്ചെന്ന്. ഇതുതന്നെയായിരുന്നു ടാറ്റയുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള മന്ത്രങ്ങൾ. ഇടയിലൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. മത്സരിക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ്. ഇൻഫോസിസ് ടെൽകോയ്ക്കൊരു ഭീഷണിയാവട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എല്ലാവർക്കും വേണ്ടത്ര ഇടമുള്ള ഒരു ലോകമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. നാം എന്ന കുഴലിൻ്റെ ഏതഗ്രമാണ് അടഞ്ഞിരിക്കുന്നതെങ്കിലും തടസ്സപ്പെടുന്നത് നമ്മിലൂടെയുള്ള പ്രകൃതിയുടെ സ്വതസിദ്ധമായ അനുഗ്രഹങ്ങളുടെ ഒഴുക്കാണ്. നന്ദി. വീണ്ടും കാണാം.